സിസ്റ്റേഴ്സ് ഔട്ടിംഗ് പാർട്ട് 2. ഡ്രീം മാൾ ലക്ഷ്യമാക്കി ആക്ച്വലി ഫുഡ് കോർട്ട് ലക്ഷ്യമാക്കി ഞങ്ങളുടെ യാത്ര എങ്ങനെ തുടർന്നു. അങ്ങനെ ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്തെത്തി ആക്രമണം ആരംഭിച്ചു. ഓർഡർ ചെയ്ത് തുടങ്ങിയെന്നാണ് കേട്ടോ ഉദ്ദേശിച്ചത്. പിന്നെ അവിടെ ഫുഡ് എക്സിബിഷനായി, ടേസ്റ്റിംഗ് ആയി, എക്സ്പ്രഷൻസ് ആയി, മൊത്തത്തിൽ ഇതൊരു ഫുഡ് ബ്ലോഗായി മാറി. അപ്പോൾ ചെസ് നമ്പർ 1 ഓൺ സ്റ്റേജ്. ആദ്യം പാറ് തന്നെ ആയിക്കോട്ടെ. മോസില ഓയിൽ മിൽക്കാണ് ആദ്യത്തെ ഐറ്റം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എക്സ്പ്രഷൻ ശരിയല്ല. നെക്സ്റ്റ് ചെസ് നമ്പർ 2 ഓൺ സ്റ്റേജ് ശ്രേയു. ഒരു മാംഗോ പിസ്താഷ്യൂ സുനാമിക്ക് ഇത്രയൊക്കെ എക്സ്പ്രഷനോ? തരക്കേടില്ല. നെക്സ്റ്റ് ചെസ് നമ്പർ 2 ആമി. സെയിം ഐറ്റം സെയിം എക്സ്പ്രഷൻ, സോ സ്കിപ്പ്. ചെസ് നമ്പർ 4 അമ്മൂലാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അവളെങ്കിലും മര്യാദയ്ക്ക് ഒരു എക്സ്പ്രഷൻ ഇട്ടാൽ കൊള്ളാമായിരുന്നു. ഇതെന്താ ഇത്? അതും ചീറ്റി. ഇനിയിപ്പം ഞാൻ തന്നെ സ്റ്റേജിൽ കയറാം. ഇതിങ്ങനെയൊന്നും അല്ലടാ. അവളെ കുറ്റം പറഞ്ഞ കാര്യമൊന്നും ഇപ്പം മനസ്സിലായി. ഇനി കൂടുതൽ എക്സ്പ്രഷൻ ഇട്ട് വെറുതെ നാണുകടണ്ട. ഫ്രൈഡ് മോമോ സൂപ്പർ. പാനിപ്പൂരിയിൽ പരിപാടി അവസാനിപ്പിക്കാം. പരിപാടി ഞങ്ങൾ അവസാനിപ്പിച്ചില്ലായിരുന്നു. പിന്നെ വ്ളോഗ് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് വെറുതെ പാനിപ്പൂരി കാണിച്ചതാണ്. പക്ഷെ വ്ളോഗ് അവസാനിപ്പിക്കാറായിട്ടില്ല. ഇനിയും ഐറ്റംസ് ബാക്കിയുണ്ടേ. ഈ ക്ലിപ്സ് കണ്ടപ്പോഴത്തേക്ക് 90s വെഡ്ഡിങ് വീഡിയോസ് ഞാൻ ഒന്ന് ഓർത്തുപോയി. ഈ കല്യാണ ചെടികളിലൊക്കെ സ്ഥിരം കാഴ്ചയാണല്ലോ ഇങ്ങനെ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിലുള്ള വർത്തമാനം പറിച്ചത്. എന്തോ എനിക്കങ്ങനെ തോന്നി. ഞാൻ ചിലപ്പോൾ 90s കിഡ് ആയതുകൊണ്ടായിരിക്കാം. ചെറിയ തിരുത്തുണ്ട്. ഞാൻ ആക്ച്വലി 2K കിഡാണ്. പക്ഷേ ഇപ്പോഴും മൈൻഡോട് ഞാൻ 90s കിഡാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ കൂടെ ഇരിക്കുന്നതല്ല 2K കിഡാണ്. അങ്ങനെ യുദ്ധം കഴിഞ്ഞ് യുദ്ധഭൂമിയിൽ ടിഷ്യൂ സ്പൂണും ബില്ലും മാത്രം ബാക്കിയായി. പിന്നെ കുറച്ച് കപ്പും പ്ലേറ്റ്സും കെച്ചപ്പിൻ്റെ കവറും കൂടി ഉണ്ടായിരുന്നു. അതാരാ യുദ്ധഭൂമിയിലൊരു പുതിയ ബടൻ? ആ ഡയലോഗ് ചളിയായിപ്പോയല്ലേ. സേവ്പൂരി കഴിച്ച് ക്ഷീണം മാറ്റട്ടെ. ആൻഡ് ദാറ്റ്സ് ഓൾ.